പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 15-ാം തീയതി ബത്ലഹേമിലേക്കുള്ള യാത്ര. പരിശുദ്ധ കന്യക എലിസബത്തിന്റെ ഭവനത്തിൽ നിന്ന് തിരിച്ച് നസറത്തിലെത്തിയപ്പോൾ ഔസേപ്പ് പിതാവിന് ചില ആശങ്കകൾ അലട്ടി. എന്നാൽ ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഔസേപ്പിനെ ഇപ്രകാരം അറിയിച്ചു: ഔസേപ്പെ, നീ ഭയപ്പെടേണ്ട. നിന്റെ ഭാര്യയിൽ ഉത്ഭവിച്ചിരിക്കുന്ന ശിശു പരിശുദ്ധാത്മാവിലത്രേ. നീ അവൻ ഈശോ എന്ന് പേരിടണം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ദൂതന്റെ ഈ വാക്കുകൾ മൂലം വിശുദ്ധ ഔസേപ്പിന്റെ സംശയങ്ങൾ ദൂരീകൃതമായി. തിരുകുടുംബത്തിലെ വലിയ സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും വിശ്വാസവും കളിയാടി. തദവസരത്തിൽ റോമാ ചക്രവർത്തി അഗസ്റ്റിൻ സീസർ അദ്ദേഹത്തിന്റെ പ്രജകളുടെ സെൻസസ് എടുക്കുവാൻ കൽപ്പന പ്രഖ്യാപിച്ചു. ഔസേപ്പ് ദാവീദ് ഗോത്രജനായിരുന്നതിനാൽ നസറത്തിൽ നിന്ന് ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് പരിശുദ്ധ മറിയത്തെയും കൂട്ടി പുറപ്പെട്ടു. ലൗകിക അധികാരികളുടെ കൽപ്പനയിൽ ദൈവഹിതം ദർശിച്ചുകൊണ്ട് മേരിയും വിശുദ്ധ ഔസേപ്പും ബത്ലഹേമിലേക്ക് പോയി. പരിശുദ്ധ കന്യക പൂർണ്ണ ഗർഭിണിയായിരുന്നതിനാൽ വേണമെങ്കിൽ ബത്ലഹേമിലേക്ക് പോകുന്നതിൽ നിന്ന് ഒഴിവ് ലഭിക്കുമായിരുന്നു. എന്നാൽ പരിശുദ്ധ കന്യകയും ദൈവഹിതത്തോടുള്ള പരിപൂർണമായ വിശ്വസ്തത പ്രകടിപ്പിക്കുകയാണ്. സുദീർഘവും ക്ലേശകരവുമായിരുന്നു യാത്ര. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മിക്കയാസ് പ്രവാചകൻ വഴി ദൈവം ഇപ്രകാരം അരുളി ചെയ്തിരുന്നു: ബത്ലഹേമേ, നീ യൂദയുടെ രാജാക്കളിൽ ഒട്ടും ചെറുതല്ല. എന്തെന്നാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ എന്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കും. ഇപ്രകാരമുള്ള പ്രവചനം സാർത്ഥകമാക്കുവാനാണ് റോമൻ സാമ്രാജ്യം വഴി ദൈവം ലോകത്തെ മുഴുവൻ ഇളക്കിമറിച്ചത്. വിശുദ്ധ ഔസേപ്പും പരിശുദ്ധ കന്യകാമറിയവും യാത്രാക്ലേശത്താൽ പരിക്ഷീണരായി. വിശ്രമത്തിന് പരിചിതരുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ അഭയം അന്വേഷിച്ചു. പക്ഷേ ഇവിടെ സ്ഥലമില്ല എന്നുള്ള മറുപടിയാണ് അവർക്ക് ലഭിച്ചത്. അവസാനം അവർ സത്രങ്ങളുടെയും വാതിലുകൾ മുട്ടി. അവിടെയും സ്ഥലം ലഭിക്കാതിരുന്നതിനാൽ അവർ ഭഗ്നാശരായി. കഥനഭാരത്തോടുകൂടി കന്നുകാലിത്തൊഴുത്തിൽ അഭയം തേടി. വിശുദ്ധ ഔസേപ്പിനും പരിശുദ്ധ കന്യകയ്ക്കും അത് വളരെ മർമ്മഭേദകമായിരുന്നു. ദൈവം അവിടുത്തെ ദിവ്യകുമാരന്റെ ആഗമനത്തിന് ലോകത്തെ അനേക സഹസ്രാബ്ദങ്ങൾ ഒരുക്കിയിട്ടും അവിടുന്ന് ലോകത്തിൽ അവർണ്ണനീയനായപ്പോൾ അവിടുന്ന് വന്നു പിറക്കുവാൻ സ്ഥലമില്ല എന്നുള്ള വസ്തുതയാണ് നാം കാണുന്നത്. ഇത് ദിവ്യജനനിക്ക് എത്ര വേദനാജനകമായിരുന്നുവെന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നത്തെ ലോകത്തിലും മതങ്ങളുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ ബഹിഷ്കരിച്ച് ക്രിസ്തു ഇല്ലാത്ത ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുവാൻ പരിശ്രമിക്കുകയാണ്. അതിനാൽ പരിശുദ്ധ കന്യകയിലൂടെ ക്രിസ്തുവിനെ വീണ്ടും പ്രസ്തുത രംഗങ്ങളിലെല്ലാം പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവിന്റെ ആദ്യത്തെ ആഗമനത്തിന് മേരി കളമൊരുങ്ങി എന്ന യാഥാർത്ഥ്യം വീണ്ടും നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം. പ്രാർത്ഥന. പരിശുദ്ധ കന്യകെ, അങ്ങേ വിരക്ത ഭർത്താവായ ഔസേപ്പിനോടുകൂടി ബത്ലഹേമിൽ ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചിട്ട് ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ. എങ്കിലും അവിടുന്ന് ദൈവ തിരുമനസ്സിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമതകളും അസൗകര്യങ്ങളും ക്ഷമാപൂർവം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനമരുളട്ടെ. ആധുനിക ലോകം അവിടുത്തെ തിരുകുമാരനെ ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ. പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേ ദിവ്യകുമാരന് പ്രവേശനം ലഭിക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ രാജാവായി ജനങ്ങൾ അഭിഷേകം ചെയ്യട്ടെ. അങ്ങും അങ്ങേ ദിവ്യസുതനും ഞങ്ങളിൽ ഭരണം നടത്തട്ടെ. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സംഗീതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്ത് കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞി ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ചരണപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടെ പാപിയായി ഞാൻ അങ്ങേ ദയാധികത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ. ആമേൻ. ജന്മപാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ മേലും അലിവായിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. സുഹൃത ജപം. സ്വർഗരാജ്ഞി, ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹമാക്കണമേ. സ്വർഗരാജ്ഞി, ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹമാക്കണമേ. സ്വർഗരാജ്ഞി, ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹമാക്കണമേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ.